ചങ്ങായിമാരെ, ഇന്ന് ഞാൻ കാഞ്ഞിരക്കൊല്ലിയാന്നുള്ളത് നമ്മളെ ഇരിട്ടിക്കൊന്ന് കുറച്ച് ഉള്ളോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് കാഞ്ഞിരക്കൊല്ലി. ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഈ ഒരു വഴി, ബാക്കിലുള്ള വഴി കാണുമ്പോൾ മനസ്സിലാവും ഏതാണ്ട് ഹൈ റേഞ്ച് ഏരിയ ആണ്. അപ്പോൾ ഇങ്ങോട്ട് വണ്ടിയൊക്കെ കുറവാണ്, 2 ബസ് മാത്രമേ ഉള്ളൂ. അതേപോലെ പയ്യാവൂരിൽ നിന്ന്, ശ്രീകണ്ഠാപുരത്ത് നിന്ന് പയ്യാവൂർ വഴിയും ഇങ്ങോട്ട് വരാം. അത് പയ്യാവൂർ റൂട്ട് വരുന്നത് ഈ വഴിയാണ് വരിക. അല്ല ഈ വഴിയല്ല, ഇത് ശശിപ്പാറക്കുള്ള റൂട്ടാണ്. ശശിപ്പാറ അങ്ങോട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വഴിയൊന്നുമില്ല. പിന്നെ വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങുന്ന ഏരിയാസ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ വഴിയാണ് നമ്മളെ പയ്യാവൂരാണെങ്കിലും ഇരുട്ട് വഴിയാണെങ്കിലും വരുന്നത്. അവിടം വരെ ബസ് ഉണ്ടാവും. അവിടെ നിന്ന് ശശിപ്പാറ വരെ എങ്ങാനും ബസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥലമൊന്നുമില്ല. പിന്നെ ഇതാ അങ്ങ് കാണുന്ന മലകളല്ലെന്ന് പറഞ്ഞാൽ കൂർഗാണ്, കൊടക് ബോർഡറാണ്. അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നു. പക്ഷേ ഫോണിൻ്റെ ക്യാമറ എന്ന് വെച്ചാൽ ഇപ്പം പഴയതിനെക്കാട്ടും മോശമായിട്ടുള്ളത്. കാരണം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ മെയിനായിട്ട് വരാത്തത്. കാരണം പൈസയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫോൺ വെച്ചിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാമെന്ന് എല്ലാം വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പകുതി മുക്കാലും ക്രിസ്ത്യൻസാണ് പകുതി മുക്കാലും. ഇവിടെയൊക്കെ ഓരോ ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ്റെ വീട് ഇവിടെയാണ് വീടെടുത്തത്, കാഞ്ഞിരക്കൊല്ലി തന്നെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇതിൻ്റെ അപ്പുറം കുറച്ച് മലകളെല്ലാം കാണുന്നില്ല, ഇതിൽ ക്ലിയർ ഉണ്ടാകുമെന്ന് അറിയില്ല. ഈ ഭാഗമെല്ലാം കൊടക് വരും, അതിൻ്റെ അപ്പുറമാണ് കൂർഗ്. അതായത് നമ്മളെ ഇത് അപ്പുറം നമുക്ക് പാസ് ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ വൈൽഡ് ആനിമൽസ് ക്രോസിങ് ഏരിയാസാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അപ്പുറം കൂർഗിലേക്ക് പോകാൻ പറ്റില്ല. ഫോറസ്റ്റ് സെക്യൂരിറ്റീസൊക്കെ അവിടെ തടഞ്ഞു വെക്കും. അപ്പോൾ ഏട്ടന് അറിയുന്നതുകൊണ്ട് മുന്നേ നമുക്കത് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ അവിടെ ഉള്ള പിന്നെ എന്താ പറയണ്ടേ, ഒരു ചെറിയൊരു പുഴ കടന്നാലാണ് കൂർഗ് ബോർഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ കർണാടക. നമുക്ക് അതിലൂടെയൊക്കെ പിന്നെ മടിക്കേരി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. മടിക്കേരി തടിയൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ അതിന് പിന്നെ നടന്നിട്ട് പോകണം, ട്രക്കിംഗ് ഏരിയാസാണ്. പക്ഷേ അത് ട്രക്കിംഗ് അലൗഡ് അല്ല. കാരണം ഈ പിന്നെ പുലിയൊക്കെ ഇറങ്ങുന്ന ഏരിയാസ് ആയതുകൊണ്ട്, അല്ലാതെ തന്നെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയോണ്ട് മൊത്തത്തിൽ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ മൃഗങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എങ്ങോട്ടും നമുക്കിപ്പം ട്രക്കിങ്ങിൽ വിശ്വസിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഒന്ന് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ വൈകുന്നേരം എനിക്ക് നാട്ടിലേക്ക് തിരിക്കണം. ഇവിടെ ഭയങ്കര തണുപ്പൊക്കെയാണ്. തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അപ്പുറം കൂർഗായതുകൊണ്ടാണ്. ഈ വീട്ടിൻ്റെ അപ്പുറം തന്നെ കൂർഗ് ബോർഡർ ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പ്. കൊടകിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊടക് ബോർഡർ കയറണ്ട, അതിൻ്റെ എത്തുമ്പോൾ തന്നെ കൂട്ടുപുഴയെല്ലാം കഴിഞ്ഞാൽ തന്നെ നല്ല തണുപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഇരിട്ടി ഭാഗം എന്ന് പറഞ്ഞാൽ ഇരിട്ടീൻ്റെ അപ്പുറം തന്നെ കൂർഗ് ബോർഡറാണ്. ഒരു പുഴ കഴിഞ്ഞാൽ തന്നെ കൂർഗായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ്. മെയിനായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ടുണ്ട് കാഞ്ഞിരക്കൊല്ലി. പക്ഷേ എത്താൻ ഭയങ്കര പാടാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയണ്ട, റോഡ് വീതി കുറഞ്ഞ റോഡുകളിലൂടെ പോകണം. അതാണ് മെയിനായിട്ട് ആൾക്കാർക്ക് പിന്നെ എത്തി വരാൻ പറ്റാത്തത്. എന്നാലും മാക്സിമം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ന് പറഞ്ഞാൽ റോഡൊക്കെ അല്പം മോശമാണ്, തളിപ്പറമ്പ് വഴി വരുന്നതാണെങ്കിൽ. അപ്പോൾ ഇന്ന് തന്നെ യാത്ര ചെയ്തിരിക്കണം കുറച്ച് ദിവസമായിട്ട്.